ഹലോ ഓൾ, എ&എസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ നഴ്സിംഗ് ക്ലൗഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നഴ്സസിനായിട്ട് വളരെ വലിയൊരു റിക്രൂട്ട്മെൻറ്റ് ന്യൂസുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ജിപ്മർ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയറാണ് എന്ന് വിശ്വസിക്കുന്നു. പോണ്ടിച്ചേരിയിൽ തന്നെയുള്ള ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിലുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ. സോ അവിടത്തേക്ക് നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഉടനെ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രൂവൽ ലെറ്ററാണ് നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. സോ ഇതിനനുസരിച്ചിട്ട് 400 പോസ്റ്റാണ് നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിലേക്ക് മാത്രം വരുന്നത്. സോ അതിലേക്ക് ഉടനെ തന്നെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഇതിന് മുമ്പുള്ള റിക്രൂട്ട്മെൻറ്റ് ഒരു ട്രെൻഡ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഏജ് വരുന്നത് 35 ആണ്. സോ ഇതിൽ OBCയോ SC/STയോ റിലാക്സേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഏജ് ബാർ വീണ്ടും കൂടും. അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 35 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എക്സാം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് വരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ സ്കിൽ ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ 70% നഴ്സിംഗ് സബ്ജക്ട്സിൽ നിന്നാണ്. അതുപോലെ തന്നെ 30% വരുന്നത് ബാക്കി ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജനറൽ മാത്തമാറ്റിക്സ്, GK അതിൽ നിന്നൊക്കെയാണ്. സോ അങ്ങനെ 70+30% ആയിട്ടാണ് നമ്മുടെ ഈ ഒരു എക്സാം വരുന്നത്. അതിൻ്റെ ബേസിലാണ്, ഇതിൽ കിട്ടുന്ന മാർക്സ് അനുസരിച്ചിട്ടാണ് സ്കിൽ ടെസ്റ്റിലേക്ക് വരുന്നത്. ദെൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ്. ഇനി BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമേ ഇല്ല. ജനറൽ നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് വേണം, മിനിമം 50 ബെഡഡ് ഹോസ്പിറ്റലിൽ. സോ ഇതുവരെയുള്ളൊരു ട്രെൻഡ് അങ്ങനെ തന്നെയാണ്. സോ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു STPI ലക്നൗവിനെ പറ്റിയിട്ട്. സോ അവിടെയും വളരെ നല്ല നമ്പർ ഓഫ് പോസ്റ്റ് കൂടുതലാണ്. STPI ലക്നൗവിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ട് ഇപ്പോഴും ഓപ്പൺ ആണ്. ജൂലൈ 18 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ജിപ്മറിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വരുന്നതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഇനി സെപ്റ്റംബറിൽ എയിംസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ ഇനി പല റിക്രൂട്ട്മെൻറ്റ്സും ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പല റിക്രൂട്ട്മെൻറ്റ്സും വരുന്നുണ്ട്. സോ എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, ഈ റിക്രൂട്ട്മെൻറ്റ്സ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോബ്, ഏതെങ്കിലും ഒരു ജോബ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എ&എസ് അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഈ 18-ാം തീയതി വരെ DMEയുടെ ക്ലാസ് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 20-ാം തീയതി തന്നെ ഈ ജിപ്മറിലേക്കും അതുപോലെ STPI ലക്നൗവിലേക്കും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള കോൺടാക്ട്സ് നമ്പർ നോക്കാം. ഇതിനും ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ചെറിയ ചെറിയ ടോപ്പിക്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് അത് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഫുൾ ഗൈഡൻസ്, എക്സാം ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു തരുന്നതാണ്. പ്ലസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഈ ഒരു ഇത്രയും റിക്രൂട്ട്മെൻറ്റ്സ് വരുന്നത് കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഫോറിൻ റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോഴും നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അത് വരുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോബിൽ കയറി കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എപ്പോഴാണോ അവിടെ റിക്രൂട്ട്മെൻറ്റ് യൂറോപ്യൻ കൺട്രീസിൽ റിക്രൂട്ട്മെൻറ്റ് നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾ OET പാസ്സായിട്ടുള്ള ആളാണ്, റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം എപ്പോഴാണോ നിങ്ങൾക്കത് ശരിയാവുന്ന ആ സമയത്ത് നിങ്ങൾക്ക് നാട്ടിലുള്ള ജോലി ഉപേക്ഷിച്ച് അങ്ങോട്ടേക്ക് പോകാവുന്നതേ ഉള്ളൂ. ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ലീവ് എടുത്തിട്ട് പോകാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി ചെയ്യുക. കാരണം ഈ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ള ഇത്രയും ബൾക്ക് വേക്കൻസീസ് എത്ര നാളുണ്ടാവും എന്നുള്ളത് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. UK-യിലും അയർലൻഡിലും നല്ല രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നു. ഒരു 4-5 ഇയേഴ്സ് ആയപ്പോഴാണ് ഇപ്പോൾ ഒരു ഷട്ട് ഡൗൺ വന്നിട്ടുള്ളത്. സോ അതുപോലെ ഇനി സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് യൂസ് ചെയ്യുക, പഠിക്കുക, ഈ ഒരു ജോബ് മേടിച്ചെടുക്കുക. ഓക്കെ, സോ ഗുഡ് ലക്ക് ഫോർ എവരി വൺ ഫോർ ഗെറ്റിംഗ് എ ഗുഡ് ജോബ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ബെൽ ഐക്കൺ കൂടെ നിങ്ങൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ്. താങ്ക് യു.